അന്ന് നിങ്ങളൊരു ആശങ്ക പറഞ്ഞിരുന്നു. ഇത്രയും വലിയൊരു പൈസയൊക്കെ തുകയൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? പിന്നെ ഇത്രയൊക്കെ ഫോക്കസ് ചെയ്യണോ ഈ ഒരു ബ്രാൻഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ? അന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. ഇത് ഈ സ്പെൻഡിങ് നിങ്ങൾക്ക് മാർക്കറ്റിന് തിരിച്ചു തരുന്നുള്ളൂ. അതിപ്പോ ഈ ഒരു 3 വർഷം കഴിയുമ്പോൾ യാഥാർത്ഥ്യം തോന്നുന്നു. തീർച്ചയായും ഭയങ്കര വാല്യൂ കിട്ടിയതല്ലോ നമുക്ക്. നമ്മൾ ഉള്ളത് പറയണല്ലോ. ഞാൻ ഒരു വർഷം 1.5 വർഷം മുന്നേ ഡൽഹിയിൽ പോയപ്പോൾ MSMയുടെ ഡയറക്ടർ, ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു മീറ്റിംഗാണ്. ഞങ്ങൾ അസോസിയേഷൻ്റെ ഡൽഹി മീറ്റിങ്ങിന് പോയപ്പോൾ അതിൽ MSMൻ്റെ ഇന്ത്യയിലെ നാഷണൽ ഡയറക്ടർ, അദ്ദേഹം നമ്മളെ വിസിറ്റിംഗ് കാർഡും ഉണ്ടാക്കിയ പ്രൊഫൈലുണ്ട്, നമ്മളെ പ്രൊഫൈലും കണ്ടിട്ട് പിന്നെ അദ്ദേഹം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു. അവിടെ തന്നെ ചോദിച്ചു ആരാ ചെയ്തൊക്കെ ചോദിച്ചു. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങിയാണ്, നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തു അറിയില്ല. അപ്പോൾ അതൊക്കെ ആ കൂട്ടത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ പ്രൗഡാണ്. ഇതൊന്നും നമ്മൾ പൈസ കൊടുത്താൽ കിട്ടൂല. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ഏതെങ്കിലും ചെറിയ ലോക്കൽ ടീമിനെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കാം. പക്ഷെ ഇതാ ലോങ് ടേമിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 3 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആ ഡിസൈനും ബ്രാൻഡും ഈ 2026 പിന്നെ മാറ്റേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നിട്ടില്ല. അത് ഭയങ്കര ഒരു പ്രൗഡ് തന്നെയാണ്. നമ്മൾ ലോങ് ടേം വിഷൻ വലിച്ചിട്ട് മുന്നോട്ട് പോകാറുണ്ട്. അത്ര നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ കൂടി സംസാരിച്ചപ്പോൾ നിങ്ങൾ ബിസിനസ്സിനൊക്കെ അപ്പുറം ഒരു സുഹൃത്തിന്റെ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് പെരുമാറിയതുകൊണ്ടാവാം ഒരു പക്ഷേ അത്ര വോളിയം കിട്ടിയത്, നമുക്ക് ഒരു വാല്യൂ കിട്ടിയത്.